നമസ്കാരം, ഞാൻ ഡോക്ടർ വിനോദ് രാജ്. ചിത്ര ഫിസിയോതെറാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുൻപൊക്കെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ അല്ലെങ്കിൽ ബാങ്ക് ഉദ്യോഗസ്ഥർ ഇങ്ങനെയുള്ളവർ മാത്രം അനുഭവിച്ചുകൊണ്ടിരുന്ന വലിയ പ്രശ്നം ഇപ്പം മിക്കവാറും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും അല്ലെങ്കിൽ എല്ലാ തൊഴിൽ ചെയ്യുന്നവരും അനുഭവിക്കുന്ന പ്രശ്നമാണ് സിസ്റ്റം അഥവാ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഞങ്ങൾ ഡോക്ടർമാർ പോലും മിക്കവാറും ഇപ്പോൾ എല്ലാവരും കമ്പ്യൂട്ടറിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ഇല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ വലിയ വലിയ പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ ഒന്ന് കാണാം. നിരന്തരമായി നമ്മുടെ ജോലിയുടെ ഭാഗമായി സിസ്റ്റം അഥവാ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നവർ, ഡെസ്ക്ടോപ്പ് ആയിക്കോട്ടെ ലാപ്ടോപ്പ് ആയിക്കോട്ടെ, എപ്പോഴും അനുഭവിക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങളാണ് കഴുത്ത് വേദന, കഴുത്തിൽ നിന്ന് കൈയിലേക്ക് തരിപ്പുകൾ, വിരലുകൾക്ക് തരിപ്പ്, വിട്ടുമാറാത്ത തലവേദന, കഴുത്തിലെ പേശികൾ വലിഞ്ഞു മുറുകുക, ഇങ്ങനെ ഒരുപാട് കംപ്ലയിൻറ്റ്സ്. ഇതെല്ലാം ഓരോരോ കംപ്ലയിൻറ്റ്സ് ഞാൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ സ്പോണ്ടിലോസിസ്, സാധാരണയായി വരുന്ന പ്രശ്നം സ്പോണ്ടിലോസിസ്, കഴുത്തിന് കശേരികൾക്ക് ഉണ്ടാകുന്ന തേയ്മാനം, അത് പിന്നീട് വന്ന് ചോദിച്ച് ഡിസ്ക് ബൾജ്, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവാൻ ചാൻസസ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടെക്സ്റ്റ് നെക്ക് സിൻഡ്രോം എന്ന് പറയുന്ന കണ്ടീഷന്, അപ്പോൾ ഇതിനൊക്കെ ഞാൻ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട് തന്നെ. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ചികിത്സിക്കുന്നതിൽ ഭേദം, ഇപ്പം നമ്മുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് നമുക്ക് കമ്പ്യൂട്ടർ ഉണ്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാവുന്ന ചില നിസ്സാര കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പും ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുമാണ് ഇനിയിപ്പോൾ ഞാൻ ഈ വീഡിയോ കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ നമുക്കറിയാം, എർഗോണമിക്സ് എന്ന് പറയുന്ന ഒരു ശാസ്ത്ര വിഭാഗം തന്നെ നമുക്ക് നമ്മളുടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന വ്യക്തിയുടെ വലുപ്പത്തിനനുസരിച്ച് ഉള്ള ടേബിള്, ഡിസൈൻഡ് ടേബിള്, അതായത് നമ്മൾ ഡെസ്ക്ടോപ്പോ ലാപ്ടോപ്പോ യൂസ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള സിസ്റ്റംസ് എല്ലാ ഓഫീസുകളിലും അത് നടപ്പിലായി വന്നൊന്നും വരത്തില്ല. ഇപ്പം വലിയ വലിയ സോഫ്റ്റ്വെയർ കമ്പനികളിലും മറ്റൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. എർഗോണിസ്റ്റുകളുണ്ട്, അവർക്ക് വേണ്ട ഫിസിയോതെറാപ്പി നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലായിടത്തും പ്രാക്ടിക്കലായെന്ന് വരത്തില്ല. അപ്പോൾ നമ്മൾ സാധാരണ ഇതൊന്നും ഈ എർഗോണമിസ്റ്റിന് സഹായം മറ്റും ഇല്ലാത്തപ്പോൾ എങ്ങനെ നിസ്സാരമായി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട ചില നിസ്സാര കാര്യങ്ങൾ. ഒന്ന്, ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഓഫീസിൽ സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മേശയുടെ പുറത്തോട്ടായിരിക്കും നമ്മൾ ഡെസ്ക്ടോപ്പോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ കൊണ്ടുവയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ആദ്യം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ഇരിക്കുന്ന കസേര ഏതും ആയിക്കോട്ടെ. നമ്മളിപ്പോൾ ലാപ്ടോപ്പ് യൂസ് ചെയ്യുവാണെന്നിരിക്കട്ടെ, ലാപ്ടോപ്പ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇങ്ങനെ ഈ കസേരയോടെ ഇങ്ങനെ ഇറങ്ങിയിരുന്ന് ചെയ്യാതെ കസേരയോട് പരമാവധി ചാരിയിരിക്കുക. നമ്മളുടെ നടു കസേരയെ മുട്ടുന്ന പോലെ നമ്മൾ ചാരിയിരുന്ന് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ എൻ്റെ ചെയറിനെങ്കിൽ ചെറിയ സപ്പോർട്ടുണ്ട്. ഇനി സപ്പോർട്ട് ഇല്ലാത്ത ചെയറാണെങ്കിൽ നമുക്ക് അവിടെ ഒരു റോളോ ഒരു പില്ലോയോ എന്തെങ്കിലും വെച്ച് നടു കസേരയുടെ ഭാഗത്ത് മുട്ടത്തക്ക രീതിയിൽ ഇരുന്ന് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇരുന്ന് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കൈ ഇങ്ങനെ നിവർത്തി ഇങ്ങനെ എത്തിക്കുത്തിയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ അതിന് ടേബിൾ ഇങ്ങോട്ട് നീക്കാൻ പറ്റാത്തതുകൊണ്ട് കസേര മാക്സിമം അടുപ്പിക്കുക, പരമാവധി അടുത്ത് വേണം ഇരിക്കാൻ. ഇനി മൂന്നാമത്തെ കാര്യം, നമ്മളുടെ കൈ ഒരിക്കലും ഇങ്ങനെ നമ്മുടെ ഉയരത്തിന് മേളിൽ ആവരുത്, ഇല്ലെങ്കിൽ ഒത്തിരി അങ്ങ് താഴ്ന്ന് ഇങ്ങനെയാകാൻ പാടില്ല. ഈ കാണുന്ന പോലെ ഇങ്ങനെ ഏകദേശം 90 ഡിഗ്രി, മുട്ട് 90 ഡിഗ്രി മടങ്ങി ഇരിക്കുന്ന ഈ ലെവലിൽ വേണം നമ്മുടെ ടേബിളിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇത് നമ്മൾ ചെയർ അഡ്ജസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കുഷൻ ഇട്ടതിന് ശേഷം നമ്മൾ പൊങ്ങിയിരിക്കണമെങ്കിൽ ഇപ്പോൾ പൊക്കത്തിലിരിക്കണമെങ്കിൽ നമ്മൾ കുഷൻ ഇട്ട് നമ്മൾ ഉയർത്തിയിരിക്കുക. ഇനി ഡെസ്ക്ടോപ്പ് താണായിരിക്കുന്നെങ്കിൽ ഒരു കുഷനോ വല്ലതും വെച്ച ശേഷം ഡെസ്ക്ടോപ്പ് ഉയർത്തി വയ്ക്കുക. അങ്ങനെ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഈ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ ഇരിക്കാൻ. അപ്പോൾ ഇത് നമ്മൾ ഈ 90 ഡിഗ്രി മടങ്ങിയിരിക്കുക, നമ്മൾ പരമാവധി അടുത്തിരിക്കുക, ചെയറിലോട്ട് ചാരി തന്നെ ഇരിക്കുക, ഇങ്ങനെ ഇരുന്ന് വേണം ചെയ്യാൻ. ഇനി കഴുത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ കഴുത്ത് പരമാവധി ഇപ്പം ഞാൻ ഈ ഇരിക്കുന്ന പോലെ ഇങ്ങനെ കുനിഞ്ഞ് താഴേക്ക് നോക്കിയിരിക്കരുത്. അത് കഴുത്തിന് ഭയങ്കര സ്ട്രെയിനാണ്. അപ്പോൾ ആ സ്ട്രെയിൻ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് എന്തെങ്കിലും ഒരു കുഷനോ വല്ലതും വെച്ചതിന് ശേഷം ഇത് ഉയർത്തി വയ്ക്കുക. ഇത് എത്രത്തോളം ഉയർത്തണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണൊരിക്കലും ഈ ചിലർ പറയാറുണ്ട് ഈ സ്ക്രീനിൻ്റെ സെൻറ്ററിലാണ്, ഒരിക്കലുമല്ല. സ്ക്രീനിൻ്റെ മുകൾ ഭാഗത്ത് ഏറ്റവും മണ്ടക്കത്തെ ബോർഡറിൽ വരത്തക്ക രീതിയിൽ വേണം നമ്മുടെ കണ്ണുകൾ വരാൻ. അപ്പോൾ ഈ ഒരു ഹൈറ്റിൽ വേണം ഇരിക്കാൻ. ഈ ഒരു ഹൈറ്റിലേക്ക് ഉയർത്തി വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കഴുത്ത് എപ്പോഴും ന്യൂട്രൽ പൊസിഷനിലായിരിക്കും. അപ്പം നമുക്കറിയാം, നമ്മുടെ കഴുത്തെന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ്റെ കഴുത്ത് ഒരിക്കലും
ഇങ്ങനെയല്ല, ഇതാണ് ന്യൂട്രൽ പൊസിഷൻ. ഈ ന്യൂട്രൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. അത് പകൽ മുഴുവൻ ജോലി ചെയ്യുമ്പോൾ വേണം. കാരണം നമ്മൾ കുനിഞ്ഞിരിക്കുമ്പോൾ ഇത്രയും സ്ട്രെയിൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് രാത്രി ആകുമ്പോഴത്തേക്ക് കഴുത്ത് മുഴുവൻ വരിഞ്ഞു മുറുകി ഭയങ്കര പെയിനും ഇത് പിന്നീട് സ്പോണ്ടിലോസിസും മറ്റ് കംപ്ലയിൻസും ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി ഇപ്പോൾ നമ്മൾ കസേര ഇരിക്കേണ്ട രീതിയും മോണിറ്റർ അഡ്ജസ്റ്റ് ചെയ്യേണ്ട രീതിയും നമ്മൾ മനസ്സിലാക്കി. ഇനിയും ഇത് വരാൻ പോകുന്ന വേറൊരു വലിയ പ്രശ്നമാണ് നമ്മൾ ഈ കീപാഡ് യൂസ് ചെയ്യുമ്പോഴും മൗസ് യൂസ് ചെയ്യുമ്പോഴും വരുന്ന ചെറിയ പ്രശ്നങ്ങൾ. അത് എന്താ ഞാൻ പറയാം. കീപാഡ് അഥവാ മൗസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വരാവുന്ന രണ്ട് പ്രോബ്ലംസ്. നമ്മൾ സാധാരണ ഈ രീതിയിൽ ഇരുന്ന് ഇങ്ങനെയായിരിക്കും നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. ടൈപ്പ് ചെയ്യുമ്പം നമ്മളുടെ കൈയുടെ ഈ റിസ്റ്റിൻ്റെ ഈ ഭാഗം എപ്പോഴും മേശയുടെ ഈ ഒരു വക്കിൽ കൊള്ളാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇത് നമ്മൾ അറിയത്തില്ല. കാരണം നമ്മളിത് ദിവസം ഒരു മണിക്കൂറോ 2 മണിക്കൂറോ അല്ല, മണിക്കൂറുകൾ കണക്കിന് ആഴ്ചതോറും അല്ലെങ്കിൽ മാസത്തോറും അല്ലെങ്കിൽ വർഷം തോറും നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടീഷൻ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ നമ്മൾ ഒരഞ്ഞൊരഞ്ഞ് നമ്മുടെ ഇവിടെ ഒരു കാർപ്പൽ ടണൽ എന്ന് പറയുന്ന ടണലുണ്ട്. ഇത് പതുക്കെ കാർപ്പൽ ടണലിനകത്ത് ഈ കംപ്രഷൻ വരുമ്പോഴത്തേക്ക് ഇവിടെ മീഡിയൻ നെർവുണ്ട്. ആ നെർവ് കംപ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പതുക്കെ തള്ളവിരലും ചൂണ്ടുവിരലും ഈ നടുക്കത്തെ വിരലും പെരുക്കാൻ തുടങ്ങും. ഇത് പെരുക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാം നമുക്ക് കാർപ്പൽ ടണൽ സിൻഡ്രോം ആയെന്നുള്ളത്. അപ്പോൾ അങ്ങനെ സിൻഡ്രോം വരാതിരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ അത് 1, 2 അതുപോലെ തന്നെ മൗസ്. ഇപ്പോൾ ലാപ്ടോപ്പാണ്, എനിക്ക് മൗസ് ഇല്ല, എങ്കിൽ ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി റിമോട്ട് യൂസ് ചെയ്യും. നമ്മൾ ഈ മൗസ് യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ കൈ മിക്കവാറും നമ്മൾ മൗസ് ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു വശം ഇങ്ങനെ മേശപ്പുറത്ത് ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ആയിരിക്കും നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നത്. കാണാമെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഈ നമ്മുടെ ഈ ചെറിയ വിരലിൻ്റെ ഈ വശം എപ്പോഴും മേശയിൽ ഇങ്ങനെ കൊണ്ടായിരിക്കും ഇരിക്കുന്നത്. പുറമോട്ട് വയ്ക്കാം. ഇപ്പോൾ കാണാമല്ലോ, ഇങ്ങനെയായിരിക്കും നമ്മൾ സാധാരണ മൗസ് യൂസ് ചെയ്യുന്നത്. മൗസ് യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഈ കുഞ്ഞു വിരലും ഈ വശം എപ്പോഴും നമ്മുടെ മേശപ്പുറത്ത് വരഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു അൾനാർ നെർവ് എന്ന് പറയുന്ന നെർവ് പോകുന്നുണ്ട്. ആ നെർവ് കംപ്രസ് ചെയ്യാനും അതുവഴി ഈ ചെറിയ വിരലിനും ഈ മോതിര വിരലിനും തരിപ്പ് വരാൻ തുടങ്ങും. അപ്പോൾ ഈ കംപ്ലൈൻറ്റ് വളരെയേറെ ആൾക്കാർ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഞങ്ങൾക്ക് ക്ലിനിക്കിൽ ഒത്തിരി കംപ്ലയിൻറ്റ്സ് വരുന്നതാണ്. അപ്പോൾ നമ്മൾ കംപ്ലയിൻറ്റ്സ് ചോദിച്ചു വരുമ്പോഴത്തേക്ക് ഇവരുടെയൊക്കെ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇവർ ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ യൂസ് ചെയ്യുന്നവരൊക്കെ. അപ്പോൾ ഇതിന് നമുക്ക് ഓൺലൈനായിട്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കടകൾ ഇതിനെല്ലാം ഉള്ള പാഡുകൾ വാങ്ങിക്കാൻ കിട്ടും. സപ്പോർട്ടിംഗ് പാഡുണ്ട്, റിസ്റ്റിനുള്ള സപ്പോർട്ടിംഗ് പാഡുണ്ട്, മൗസ് വയ്ക്കാൻ യൂസ് ചെയ്യുമ്പോൾ ഉള്ള സപ്പോർട്ടിംഗ് പാഡുണ്ട്. ഇനി ഒരു സപ്പോർട്ടിംഗ് പാഡ് ഒന്നും വാങ്ങിച്ചില്ലെങ്കിൽ നമുക്ക് നിസ്സാരമായി ചെയ്യുന്നത് ഇതുപോലുള്ള ഒരു ടവൽ ജസ്റ്റ് റോൾ ചെയ്ത് ഇവിടെ വെച്ചതിന് ശേഷം നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ റിസ്റ്റും സപ്പോർട്ടഡാണ്. ഇനി മൗസ് യൂസ് ചെയ്യുവാണെങ്കിലും അതുപോലെ തന്നെ ഇവിടെ വെച്ചതിന് ശേഷം ഈ രീതിയിൽ കൈ ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഈ ഒരു ടവൽ നീളത്തിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിനെ യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്യും, മൗസ് യൂസ് ചെയ്യുവാണെങ്കിൽ മൗസിന് യൂസ് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് സപ്പോർട്ടഡ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ നിസ്സാര ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് അസുഖങ്ങളിൽ നിന്നും ശ്രദ്ധ കാണിക്കുക. ഇനി അടുത്ത് ഇങ്ങനെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നവർ നിർബന്ധമായും ജോലിക്കിടെ ചെയ്യേണ്ട ചില നിസ്സാര വ്യായാമങ്ങളെക്കുറിച്ച് പറയാം. ഇനി നിങ്ങൾ ജോലിക്കിടെ ലാപ്ടോപ്പോ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട ചില നിസ്സാര വ്യായാമം എന്ന് കേൾക്കുമ്പോൾ ഈ ജോലിക്കിടയിൽ ജോലി തന്നെ ചെയ്ത് തീർക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇടയ്ക്ക് വ്യായാമം അങ്ങനെ വിചാരിക്കരുത്. വളരെ നിസ്സാരമാണ്. അത് നിങ്ങൾ വ്യായാമം ചെയ്യുന്നതെന്ന് ചിലപ്പോൾ ആരും അറിയത്തു പോലുമില്ല. അപ്പോൾ അങ്ങനത്തെ ചില നിസ്സാര എക്സസൈസസ് പക്ഷേ ഭയങ്കര എഫക്റ്റീവാണ്. അതാണ് അതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ഹൈലി എഫക്റ്റീവായിട്ടുള്ള ഇത് എക്സസൈസാണ്. അപ്പോൾ ഒന്നുമില്ല, വളരെ ചില മൂവ്മെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. ഒന്ന്, നിങ്ങൾ ഇടയ്ക്ക്, അതായത് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് റെഗുലർ ഇൻ്റർവൽ ബ്രേക്സ് എടുക്കുക എന്നുള്ളതാണ്. ഒറ്റ സ്ട്രെച്ചിൽ ഒരു 1/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കൂടുതൽ നിങ്ങൾ വർക്ക് ചെയ്ത് ആ ഇൻ ബിറ്റ്വീൻ ഒരു ചെറിയ ഗ്യാപ്പ് കൊടുത്തിട്ട് ആ ഗ്യാപ്പിൽ ഇതൊന്നും ചെയ്യുക. ഒരു ദിവസത്തിൽ ഇത്ര പ്രാവശ്യമൊന്നോ ഇത്ര കൗണ്ടൊന്നോ ഒന്നുമില്ല. നിങ്ങളുടെ ടൈം അനുസരിച്ച് പലപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റത്തില്ലായിരിക്കും. നിങ്ങളത് ചെറിയൊരു അലാറം വെച്ചാൽ പോലും ബുദ്ധിമുട്ടില്ല. കാരണം ഒരു അലാറം വെച്ച് ഇത് ഒരു ബ്രേക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ ട്രീറ്റ്മെൻറ്റിനുള്ള മുടക്കുന്ന പൈസ ലാഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട്, കാരണം ആ പൈസയുടെ കാര്യമല്ല, നിങ്ങളുടെ ആരോഗ്യം തീർച്ചയായും നിങ്ങൾ നഷ്ടപ്പെടുന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ നിങ്ങൾക്ക് ചെയ്യാമെന്ന് പറയുന്നത് ഒന്ന് സിമ്പിൾ എക്സസൈസ് ആണ്. ഒന്ന് ചെറിയ മൂവ്മെൻറ്റ്സ് കൊടുക്കുക. വളരെ സോഫ്റ്റായിട്ട്, ഹാർഡായിട്ടോ സ്പീഡിലോ ചെയ്യരുത്. വളരെ റിതമിക്കായിട്ട് സ്ലോ ആയിട്ട് ഒന്ന് കഴുത്തിങ്ങനെ മടക്കുക, നൂർക്കുക. ഇത് ഒരു 3 to 5 ടൈംസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് മാക്സിമം സ്ട്രെച്ച് നിങ്ങൾക്ക് എവിടം വരെ കൊണ്ടുവരാമോ അവിടം വരെ കൊണ്ടുവരിക, നേരെ ഒന്നാക്കുക, തിരിച്ച് ആ സൈഡിലേക്ക് മാക്സിമം സ്ട്രെച്ച് ചെയ്യുക, തിരിച്ച് നേരെയാക്കുക. ഇതും ഈ പറഞ്ഞത് ഒരു 3 to 5 ടൈംസ് ചെയ്യുക. ഈ സൈഡിലേക്ക് മാക്സിമം ഈ നിങ്ങളുടെ ചെവി തോളെ കൊണ്ടുവന്ന് ഇങ്ങനെ തോള് പൊക്കരുത്, തോളോടെ തന്നെ സ്റ്റേബിളായിട്ടിരിക്കട്ടെ. കഴുത്ത് മാത്രം സൈഡിലേക്ക് കൊണ്ടുവരിക, നിവർത്തുക. ഈ സൈഡിലേക്ക് കൊണ്ടുവരിക,
നിവർത്തുക. ഈ 3 മൂവ്മെൻറ്റ്സ് കൊടുക്കുക. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സ്റ്റാറ്റിക് എക്സസൈസ്. പല വീഡിയോകളിലും കഴുത്തുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എത്ര പറഞ്ഞാലും മതി വരാത്തില്ല. കാരണം അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ എക്സസൈസ്. നിങ്ങളുടെ കഴുത്ത് മുന്നോട്ട് കുനിഞ്ഞു പോകാതെ, എന്നാൽ നല്ല പ്രഷർ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ കൈ കൊണ്ട് അതിനെ തടുക്കുക. ഇങ്ങനെ നല്ല ബലത്തിൽ ഞെക്കി പിടിക്കുക. മനസ്സിലൊരു 5 എണ്ണുക. 5 എണ്ണത്തിന് ശേഷം സാവകാശം അയച്ചു വിടുമ്പോൾ ശ്രദ്ധിക്കുക, കഴുത്തിങ്ങനെ റീകോയിൽ ഉണ്ടാവരുത്. സോഫ്റ്റ് പ്രഷർ കൊടുക്കുക, സാവകാശം റിലീസ് ചെയ്യുക. ഇത് 4 ഡയറക്ഷനിലേക്കും ഇങ്ങോട്ടിങ്ങനെ ചരിഞ്ഞു പോകരുത്. പ്രസ് ചെയ്ത് പിടിക്കുക, 5 കൗണ്ട് ചെയ്യുക, റിലീസ് ചെയ്യുക. ബാക്കിലോട്ട് ഇങ്ങനെ തള്ളി പിടിക്കുക, ഇങ്ങനെ മറന്നു പോകരുത്. പ്രസ് ചെയ്ത് പിടിക്കുക, 5 കൗണ്ട് ചെയ്യുക, റിലീസ് ചെയ്യുക. അതുപോലെ ഈ സൈഡിലോട്ട് ഇങ്ങനെ ചരിഞ്ഞു പോകരുത്. നല്ല ബലത്തിൽ പ്രസ് ചെയ്യുക, 5 കൗണ്ട് ചെയ്യുക, റിലീസ് ചെയ്യുക. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഇപ്പോൾ മറ്റൊന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ ഈ ഒരു സ്റ്റാറ്റിക് എക്സസൈസ് ഇൻ ബിറ്റ്വീൻ ഇൻ്റർവെൽസിൽ മുടങ്ങാതെ മറക്കാതെ ചെയ്യുക എന്നുള്ളത് അത്യാവശ്യം. പിന്നെ ബാക്കി ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലത്. ഇനി 2 എക്സസൈസുകളുണ്ട്. ഇതും ചെയ്യാൻ പറ്റിയ നല്ലത്. കാരണം നമ്മൾ കഴുത്തുമായി ബന്ധപ്പെട്ട് എപ്പോഴും അപ്പർ ട്രപ്പീസ്, ഷോൾഡറിൻ്റെ 2 മസിലും പുറത്തെ തോപ്പര എന്ന് പറയുന്നത് സ്കാപ്പുലയുടെ മസിൽസും ടൈറ്റ് ആവുന്നത് വളരെ കോമൺ ആണ്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയാണ്. ഒന്ന്, ഇതുപോലെ നിങ്ങൾ ജസ്റ്റ് ഷ്രഗിങ് എക്സസൈസ്, ഷോൾഡർ 2 മുകളിലേക്ക് പൊക്കി പിടിക്കുക, ഒരു 5 കൗണ്ടിൽ ഹോൾഡ് ചെയ്യുക, റിലീസ് ചെയ്യുക. ഒരു 3-4 പ്രാവശ്യം ചെയ്യുക. ഇതുപോലെ തന്നെ 2 കൈയും ഇരുവശങ്ങളിലേക്കായിട്ട് ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുക. അവിടെ നിന്നും പുറമോട്ട് മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. വീണ്ടും നേരെ കൊണ്ടുവരിക, താത്ത് വയ്ക്കുക. ഇതാണ് 2ാമത്തെ എക്സസൈസ്. ഈ 2 എക്സസൈസസ് ഈ ഷോൾഡറിന് വേണ്ടിയുള്ള, ഇതും പറ്റുമ്പോൾ ചെയ്യുക. കഴുത്തിന് എക്സസൈസ് ചെയ്യുക. വളരെ സിമ്പിളാണ്, പക്ഷേ മറ്റു സിനിമയിൽ പറയുന്ന പോലെ വളരെ പവർഫുള്ളാണ്. അപ്പോൾ അതുകൊണ്ട് മുടങ്ങാതെ ഈ എക്സസൈസസ് ഇൻ ബിറ്റ്വീൻ ജോലി, കമ്പ്യൂട്ടറും ലാപ്ടോപ്പും യൂസ് ചെയ്യുന്നവർ, നിങ്ങളുടെ ജോലിയുടെ ഭാഗം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ട് ഇത് ഇൻ ബിറ്റ്വീനിൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ സ്പോൺലോസിസ്, ടെക്സ്റ്റ് സിൻഡ്രോം, ഡിസ്ക് ബൾജ്, ഈ പറഞ്ഞ പോലെ തന്നെ ഈ ടവലും മറ്റും യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാർപ്പൽ സിൻഡ്രോമും അൾനാർ എൻട്രാപ്പതി ഇങ്ങനത്തെ ഒരുപാട് രോഗങ്ങൾ നിങ്ങൾക്ക് ചെറിയ വ്യായാമങ്ങളിലൂടെ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതോട് മാറ്റാം. ഇപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.